ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ ഇന്ന് ഞാനിവിടെ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതേ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ചിക്കൻ പുരട്ടി വെച്ചിട്ടുണ്ട്, മസാലക്കൂട്ട്, തക്കാളി, പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ തൈര്, അരി, ഡാൽഡ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കാഷ്യൂനട്ടും നമ്മുടെ ഉണക്കമുന്തിരിയും കൂടി വറുത്തെടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗോൾഡൻ ഫ്രൈക്കുള്ള സവാള വഴറ്റിയെടുക്കണതാണ്. അപ്പോൾ അതിലേക്ക് ഞാനൊരു കുറച്ച് ഉപ്പും പിന്നെ ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഗോൾഡൻ ഫ്രൈ റെഡിയായി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ എണ്ണയിൽ തന്നെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്തേക്കണത്. അപ്പോൾ അതിൽ തന്നെ നമ്മുടെ മസാലക്കൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം. ഇത് കറിക്കുള്ളതാണ് കേട്ടോ. സവാളയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ അതൊന്ന് വഴറ്റി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ച് വെച്ചേക്കണത് ഇട്ട് കൊടുക്കും. അങ്ങനെ അതെല്ലാം കൂടെ വഴറ്റിയെടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ ലാസ്റ്റ്. എന്നിട്ട് തക്കാളിയും കൂടി ഒന്ന് വഴറ്റി പച്ചമണം പോയി കിട്ടുമ്പോഴത്തേക്കും പിന്നെ അതിൽ മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ ചിക്കൻ മസാല ഇത്രയും കൂടെ ഇട്ട് കൊടുക്കും. അപ്പം ഞാനിവിടെ ഉണ്ടാക്കണത് ചിക്കൻ ദം ബിരിയാണിയാണ് കേട്ടോ. അങ്ങനെ തക്കാളിയുടെ ഒരു പച്ചമണം മാറി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മുടെ ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് തൈരും കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ആവശ്യത്തിന് ഉപ്പും ഇടും. എന്നിട്ട് നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് നമുക്ക് ഈ ചിക്കൻ വേകുന്ന നേരം കൊണ്ട് അരി റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വെള്ളം വെച്ചിട്ട് അതിൽ ഞാൻ മസാലക്കൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന റൈസ് അതിലേക്കിട്ട് ഒരു 3/4 ഭാഗം വേവിൽ എടുക്കണം. അതിന് ശേഷം നമ്മുടെ ചിക്കൻ അപ്പോഴത്തേക്കും റെഡിയായി കിട്ടും. അപ്പോൾ അതിലേക്ക് കറിയുടെ മീതെ ചോറ് ഇട്ട് കൊടുക്കണം. അതിൻ്റെ മീതെ കുറച്ച് നമ്മുടെ ഗോൾഡൻ ഫ്രൈ സവാള ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മീതെ ഒന്നുകൂടി ചോറ് സെറ്റ് ചെയ്യണം. ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ കാഷ്യൂനട്ട്, കിസ്മിസ് അതും പിന്നെ ഗോൾഡൻ ഫ്രൈ സവാളയും കൂടെ ഇട്ട് കൊടുക്കണം. പിന്നെ ഞാൻ ദം ചെയ്യാൻ വേണ്ടി എടുത്തേക്കണത് ഒരു ഇരുമ്പിൻ്റെ നമ്മുടെ ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന പോലത്തെ ഒരു ചട്ടി. അതിൻ്റെ മീതെ ആണ് ഞാൻ ഈ പാത്രം വെച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ കരിഞ്ഞ് പിടിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് പിന്നെ അതിൻ്റെ ഏറ്റവും മീതെ കുറച്ച് ഡാൽഡ കൂടി 4 സൈഡിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഒരു പാത്രം കൊണ്ട് മൂടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ആവി കയറ്റി എടുക്കുക. അങ്ങനെയാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണണം. സ്കിപ്പ് ചെയ്യാതെ കാണണേ. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ.